തീവണ്ടി യാത്രക്കാരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കവരുന്ന രണ്ടുപേരെ റെയിൽവേ പോലീസ് പിടികൂടി. മലപ്പുറം ആദിലശ്ശേരി മണ്ണാറക്കൽ തടത്തിൽ സാദിഖ് അലി, അസം കലിഗോൺ സ്വദേശി കാഞ്ചൻ ചന്ദ്ര റായ് എന്നിവരെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. കുന്നംകുളം കടവല്ലൂർ സ്വദേശി കൃഷ്ണദാസിന്റെ 25,000 രൂപ വില വരുന്ന ഫോൺ കവർന്ന കേസിലാണ് കാഞ്ചൻ ചന്ദ്ര റായിയെ അറസ്റ്റ് ചെയ്തത്. കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ ഐഫോൺ കവർന്ന കേസിലാണ് സാദിഖ് അലിയുടെ അറസ്റ്റ്. സാദിഖ് അലിക്ക് കോട്ടയ്ക്കൽ, തിരൂർ, കൽപ്പകഞ്ചേരി സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിലും ലഹരി വിൽപ്പന കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 17-ന് റെയിൽവേ സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനിടെയാണ് മുജീബ് റഹ്മാന്റെ ഫോൺ സാദിഖ് അലി മോഷ്ടിച്ചത്. മൊബൈൽ എടുത്ത് അടുത്ത തീവണ്ടിക്ക് തിരൂരെത്തി ഇവിടെ റിപ്പയറിംഗ് സ്ഥാപനങ്ങളിൽ വിൽക്കുന്നതാണ് ഇയാളുടെ രീതി. മോഷണത്തിനിറങ്ങുമ്പോൾ സ്വന്തം മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് പോകും. ഇതോടെ പോലീസിനെ വഴിതെറ്റിക്കാനും ഇയാൾ ശ്രമിച്ചു. തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ കുത്തിച്ച് പോണ ചായ കുടിച്ച് കുത്തിച്ചോടെ കണ്ടിരുന്നേ. അപ്പൊ അത് എടുത്തിട്ട് നേരെ ട്രെയിനിൽ കയറി പോയി. ഇതിനു മുമ്പ് നമുക്ക് റെയിൽവേ കേസുണ്ടോ? റെയിൽവേലുണ്ട്. ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? ആ ഭാര്യ മക്കളും കുട്ടികളൊക്കെ എവിടെയാണ്? നാട്ടിൽ തന്നെ. എന്താ ജോലി? ഞാൻ അസുഖം പോണതാണ്. കഴിഞ്ഞ മാസം 26-ന് യശ്വന്ത്പൂർ എക്സ്പ്രസിലെ സ്ലീപ്പർ കോച്ചിലെ യാത്രക്കാരന്റെ മൊബൈലാണ് കാഞ്ചൻ ചന്ദ്ര റായ് കവർന്നത്. തിരൂരിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇയാൾ. മോഷ്ടിച്ച ഫോൺ മറ്റൊരാൾക്ക് ഇയാൾ വിറ്റിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാഞ്ചൻ ചന്ദ്ര റായ് പിടിയിലായത്. नहीं, कोई भी केस नहीं, मेरे गांव में भी केस नहीं है। आज फर्स्ट टाइम मैं काम में जाता है और तिरूर में आदमी को मिला। ऐसा काम कर रहा है? नहीं, तिरूर में आदमी को मिला। बाद में मेरे को बोलता है एकदम देखा पास से मैंने उसका रिलेशनशिप है। बाद में मेरे को पूछा तुमको कौन सा है? अभी मर गया दूसरे से तुम चोरी मोबाइल लेने से क्या होता है? Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.